ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ നമ്മളുടെ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഹിപ്പ് ഓപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് എക്സസൈസ്. അപ്പോൾ അങ്ങനെയുള്ള എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളുടെ ലെഗ് സ്പ്ലിറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന വർക്കൗട്ടുകളാണ്. അപ്പോൾ അത് കുറച്ച് ഒരു 2-3 നമ്മളിന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അശ്വിൻ കുറച്ച് അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ലെഗ് സ്പ്ലിറ്റ്. ഇത് നമ്മളൊരു ബിഗിനിങ് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ സ്റ്റേജിൽ ഇത് ട്രൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ ഇതിൽ നിന്ന് രണ്ടാമത്തെ ഒരു വർക്കൗട്ടിലേക്ക് പോകണം. ഇതിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ കിടക്കുന്നത്. ഇവിടെ നമ്മൾ വന്നിട്ട് ലെഗ് റേസ് ചെയ്യുന്നു. ഓക്കെ, ലെഗ് റേസ് ചെയ്തിട്ട് എന്തോരം പറ്റും അത്രയും മതി, അധികം കൊണ്ടുപോകണമെന്നില്ല. ഇതാണല്ലോ, ഇത്രയും പറ്റുമെന്നാണെങ്കിൽ ഇത്രയും മതി, അല്ലെന്നാണെങ്കിൽ കൂടുതൽ പോകുന്നതാണെങ്കിൽ മാക്സിമം കൊണ്ടുപോകാം. ഓക്കെ, ഈ ഒരു സംഭവം റിപ്പീറ്റ് ചെയ്യുക. ഈ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ ഒരു 10, 12, 15 തവണ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഹിപ്പ് നല്ല രീതിയിൽ ഓപ്പൺ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. മാക്സിമം എന്തോരം പറ്റും അത്രയും നിങ്ങൾ കൊണ്ടുപോവുക. ആ ഒരു ഇതിലേക്ക് തന്നെ വീണ്ടും ബാക്ക് ചെയ്യുക, അതേപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഹെൽപ്പ് കൂടി വേണം, എങ്കിലേ നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ഇതിൽ എങ്ങനെ ചെയ്യണമെന്നുള്ള 2 ആംഗിളിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യത്തത് പശുവിനെ ഇങ്ങനെ നിൽക്കണേ, ലെഗ് മാക്സിമം വൈഡാക്കുക, മുട്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൈ കുത്തിക്കോ. ഓക്കെ, ഈ ഇത് കണ്ടോ, ഈ നീ ഉണ്ടല്ലോ, ഈ നീ എടുത്തിട്ട് ഈ നീ എടുത്തിട്ട് നമ്മൾ ഈ ഇതിൻ്റെ പുറത്തേക്ക് വെക്കണം. ഇതിൻ്റെ പുറത്തേക്ക് ഈ നീ എടുത്ത് വെക്കണേണ്. ഓക്കെ, വെച്ചോ, ഇതിൻ്റെ പുറത്തേക്ക്, ലെഗിൻ്റെ പുറത്തേക്ക് വെക്ക്. ഓക്കെ, ഇത് നോക്കട്ടെ. ഓക്കെ, ഇനി ഒന്ന് എഴുന്നേറ്റ് ചെറുതായിട്ട്. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടോ, ആ നീ രണ്ടും വരുന്നത് എൻ്റെ ഫുട്ടിൻ്റെ പുറത്താണ്. ഓക്കെ, ഇനി അശ്വിനോട് ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് കിടക്കട്ടെ. ഇങ്ങനെ കിടക്കട്ടെ. ഈ ഒരു പൊസിഷൻ ഇപ്പോൾ എടുത്തു, ഒരു ഫ്രോഗിൻ്റെ ഒരു പൊസിഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണല്ലോ, ഇത് 2 സൈഡിലേക്കും വൈഡ് ചെയ്യണം. എൻ്റെ 2 ലെഗും പുറത്തേക്ക് പതിയെ തള്ളി ഞാൻ കൊടുക്കുന്നുണ്ട്. കൈ നേരെ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതാണല്ലോ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഹിപ്പ് ഓപ്പൺ ആവാൻ ഏറ്റവും അല്ലെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണിത്, അല്ലെങ്കിൽ ഒരു എക്സസൈസ് ആണിത്. ഇത് ചെയ്യണമെങ്കിൽ, പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒരു പാർട്ട്ണർ വേണ്ടി വരും. ഓക്കെ, കാരണം പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഈ ലെഗ് ഇതേപോലെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് താഴേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇല്ല എന്നാണെങ്കിൽ, ഇപ്പോൾ ഒരു പാർട്ട്ണർ ഇല്ല എന്നാണെങ്കിൽ ഞാൻ ഈ കാല് റിമൂവ് ചെയ്യണേ. ഓക്കെ, അശ്വിന് തന്നെ ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടോ, ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ. പക്ഷേ പുഷ് അധികം വരില്ല, കാരണം നമ്മൾ സ്വയമേ ഇത് ചെയ്യാൻ നേരത്തെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവും. ഇനി ഇത് തന്നെ നമ്മൾ ഈ ഒരു ആംഗിളിൽ കാണിച്ചു തരാം. ഇതുണ്ടോ, ലെഗ് അങ്ങനെ വെച്ചിരിക്കുന്നു. നമ്മൾ ഇതുണ്ടോ, ലെഗ് ഇതൊന്ന് എൻ്റെ ഫുട്ട് കയറ്റട്ടെ. ഓക്കെ, ഇത് ഇതിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുന്നു. ഓക്കെ, ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതുണ്ടോ, കൈ മാക്സിമം ഫ്രണ്ടിലേക്ക് ഇടുന്നു. ഇതുണ്ടോ, ഇവിടെ നിന്ന് പുഷ് കണ്ടോ, ഈ ഒരു പ്രഷർ വരാൻ നേരത്ത് അതിൻ്റെ ഒപ്പം ഈ കാല് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുമ്പോൾ നല്ല ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും ഈ ഒരു ഇതിന് കിട്ടുന്നത്. ഇപ്പം നല്ല രീതിയിൽ ഓപ്പൺ ആവും. ഇല്ല, നിങ്ങൾക്കൊരു പാർട്ട്ണർ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാം. കണ്ടോ, ആ ഒരു രീതിയിൽ മാക്സിമം ഇത് സ്ട്രെസ് കൊടുത്ത് ഈ ഒരു ഏരിയ താഴേക്ക് പുഷ് ചെയ്യാൻ നോക്കുക. ഇതാണ് നമ്മളുടെ 3ാമത്തെ സ്റ്റെപ്പ്. നമ്മളിനി 4ാമത്തെ സ്റ്റെപ്പാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ നമ്മൾ ഇതുണ്ട്, ഇതേപോലെ മതിലിനോട് ചേർന്ന് ഇങ്ങനെ ഇരിക്കണേന്. ഓക്കെ, കാല് വെച്ചിരിക്കുന്നോ കണ്ടോ, 2 ഇതേപോലെ അടുപ്പിച്ച് കാല് 2ഉം പ്ലേസ് ചെയ്തേക്കണേന്. ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇതുണ്ടോ, ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക. ഈ ഒരു മൂവ്മെൻറ്റ് മാക്സിമം നമ്മൾ താഴേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നു, അല്ലെന്നാണെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഹിപ്പ് ഓപ്പൺ ചെയ്യാൻ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ്. ഇനി നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു കേസിൽ പാർട്ട്ണറിനെ വിളിക്കുക. പാർട്ട്ണർ ചെയ്യാൻ നേരത്ത് സൂക്ഷിച്ച് ചെയ്യണം. ഒന്ന്, ഈ മതലിനോട് ചേർന്നിരിക്കുന്നത് മതലിൻ്റെ സപ്പോർട്ട് അയാൾക്ക് എടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇയാൾ നേരെ മതലിലേക്ക് ആദ്യം സപ്പോർട്ട് ചെയ്യുന്നു. സപ്പോർട്ട് ചെയ്തിട്ട് 2 ലെഗ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം ഈ ലെഗ് എടുക്കാൻ പറയുക. ഏത്? ലെഫ്റ്റ് ലെഗ് എടുത്തിട്ട് ഇതിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഇതിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ഇത് നേരെ ചെന്ന് ഫ്ലോറിൽ ഓൾറെഡി ടച്ച് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി ഇയാൾ കംപ്ലീറ്റ് ലോഡും ഈ ലെഗിലേക്ക് തന്നെ കൊടുത്തുകൊണ്ടിട്ട് നേരെ മേളിലേക്ക് കയറണേ. ഇത് വെറുതെ തൂക്കിയിട്ടിരിക്കണേ. ഓക്കെ, കണ്ടോ, കംപ്ലീറ്റ് ലോഡും ഇതിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി പതിയെ ഇതെടുത്ത് ഈ റൈറ്റ് ലെഗ് എടുത്ത് ഇതിലേക്ക് പ്ലേസ് ചെയ്യണേ. ഓക്കെ, ഇതിലേക്ക് വെച്ചു. ഇനി എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഇതിൽ നിന്ന് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണേന്. ഷിഫ്റ്റ് ചെയ്ത് 2 ലെഗിലും ഈക്വൽ വെയിറ്റ് ആക്കണേണ്. ഓക്കെ,
ഇപ്പോൾ 2 ലെഗിലും ഈക്വൽ വെയിറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലെഗും താഴെ പോയി ടച്ചായി. ഓക്കെ, ഇത് ടച്ച് ആയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഹിപ്പ് ഓപ്പൺ ആവുന്ന ടൈമിൽ നല്ല പെയിൻ ഉണ്ടാവും. വൺസ് ഇത് ടച്ച് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പെയിൻ പതിയെ കുറഞ്ഞു വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇത് കംപ്ലീറ്റ്ലി പെയിൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. ഇത് എത്ര നേരം നമ്മൾ കൂടുതലിരിക്കുന്നു അത്രയും നമ്മൾ കംഫർട്ടബിൾ ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അല്ലാതെ നമുക്കൊരു ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ ആ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവത്തില്ല. ഇപ്പോൾ കംപ്ലീറ്റ് ലോഡും ഇതിൽ 2 വന്നു നിന്നു. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലെഗ് അതായത് ഈ ഒരു ഭാഗം താഴെ മുട്ടിയിട്ടില്ല എന്നാണെങ്കിൽ ഇത് വളരെ പെയിൻഫുൾ ആയിരിക്കും, വളരെ പെയിൻഫുൾ ആയിരിക്കും. ഈ കംപ്ലീറ്റ് ലോഡ് ഫ്ലോറിൽ തന്നെ നിൽക്കുന്നത്, ജസ്റ്റ് ഇയാൾ നമ്മളുടെ കാലിൽ കയറി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹിപ്പ് ഓപ്പൺ ചെയ്യുന്ന ഒരു എക്സസൈസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇത് വളരെ ഇഫക്റ്റീവാണ്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ഒരു മൂവ്മെൻറ്റ് പതിയെ ഇത് ചെയ്ത് കൊണ്ടുപോവുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഇതിലേക്ക് പ്രോഗ്രസ് ചെയ്യാം. വളരെ ഹെൽപ്ഫുള്ളാണ് ഹിപ്പ് ഓപ്പൺ ചെയ്യാൻ. ഇനി ഇതിൽ നിന്ന് ഇറങ്ങുന്ന സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കയറിയിട്ട് ബാക്കിലേക്ക് ചാടിക്കളയും. അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ ഇഞ്ചുറി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിനൊരിക്കലും സമ്മതിക്കരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ ഒരു ലെഗിൽ നിന്ന് പതിയെ ഷിഫ്റ്റ് ചെയ്ത് ഈ ഒരു ലെഗിലേക്ക് തന്നെ പോവുക. ഓക്കെ, ഇപ്പോഴും അയാൾ ആ മതിലിൻ്റെ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. കംപ്ലീറ്റ് ലോഡ് ഇതിലേക്ക് വന്നു. ഇനി ഈ ഒരു ലെഗ് എടുത്ത് താഴേക്ക് വെക്കുക. ഓക്കെ, എന്നിട്ട് ഇത് പതിയെ എടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഇതിൻ്റെ മേളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ. ചാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഹിപ്പിനും അല്ലെങ്കിൽ ഈ ഒരു ജോയിൻറ്റിനും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കരുത്, അല്ലെങ്കിൽ ചെയ്യിപ്പിക്കരുത്. ഓക്കെ, അപ്പോൾ ഹിപ്പ് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നുള്ള 1-2 എക്സസൈസുകളാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആവണം, കുറച്ചും കൂടി സ്ട്രെച്ചൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.